നമ്മുടെ കന്യാകുമാരി ടു കശ്മീർ യാത്രയുടെ അവസാനത്തെ വീഡിയോ ആണിത്. നമ്മളിപ്പോൾ ഉള്ളത് വാടി ജംഗ്ഷനിലാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് മുംബൈ CSMT തിരുവനന്തപുരം എക്സ്പ്രസ്സിലാണ്, വീക്ക്ലി എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പുതിയ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം രാവിലെ ഒരു അരമണിക്കൂർ ബിഫോർ ടൈം അടിച്ചിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് വാടിയിൽ കേട്ടോ. ഇതിൽ ഒരുപാട് സ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ട് നേരത്തെ വന്ന് കയറി ഇഡ്ഡലി വട എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വിൽക്കാൻ ഉണ്ട് ഇവിടെ. നമ്മൾ റീസെൻ്റ് ആയിട്ട് ഈ വഴി പോയായിരുന്നു, മറ്റേ കുർള എക്സ്പ്രസ്സിന്. അയ്യോ മറക്കത്തില്ല യാത്രയൊന്നും. കുർള എക്സ്പ്രസ്സിന് പോയതേ രാവിലെ ഉറക്കം എണീറ്റതിൻ്റെ ഒരു ഹാങ് ഓവർ ആട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. സമയം രാവിലെ 6:30 ആയതേ ഉള്ളൂ. ഭയങ്കര വെട്ടമാണ് ഇവിടെ. വണ്ടി നേരത്തെ വന്ന് കിടക്കാം കേട്ടോ. വണ്ടി ഇനി 6:45 ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. ഞാൻ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ കോച്ച് ഈ വണ്ടിയുടെ ഒട്ട നടുക്കാണ് കേട്ടോ, കറക്റ്റ് നടുക്കാണ്. പാൻട്രി കോച്ചിൻ്റെയും AC-യുടെയും നടുക്കായിട്ട് എൻ്റെ സ്ലീപ്പർ കോച്ച്. ജനറലൊന്നും വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ ആ കുർള എക്സ്പ്രസ്സിൽ കണ്ട തിരക്കൊന്നും ഈ വണ്ടിയില്ല കേട്ടോ. കുർള എക്സ്പ്രസ്സിൻ്റെ തൊട്ട് പുറയിലാണ്. ഒരു 1-2 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മുടെ വണ്ടിയുടെ ട്രെയിൻ ബോർഡ് കണ്ടോ, നല്ല കിടിലൻ ട്രെയിൻ ബോർഡല്ലേ. TVC CSMT TVC, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ചിത്രവും പിന്നെ ഇവിടുത്തെ മുംബൈ CSMTയുടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പടവും. നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഇതൊരു വീക്ക്ലി വണ്ടിയാണ്. ഈ വണ്ടിയുടെ ലോക്കോ എന്ന് പറയുന്നത് കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ഒരു WP7 ആണ്. ഒരു ചെളി പിടിച്ച ഒരു സാധനമാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ മുംബൈ CSMT എത്തിച്ച ഒരു കിടില ലോക്കോ ആയിരുന്നു, പക്ഷേ അവിടെ നിന്ന് കൊടുത്തു വിട്ട ഒരു ചെളി പിടിച്ച ഒരു സാധനമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഈ കാണാത്തവർക്കായിട്ട് പറയുകയാണ്, ഈ ഒരു പാൻറ്റോഗ്രാഫ് ഉണ്ടോ, ഇത് ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് എന്ന് പറയും. HRPT എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. ഇത് നല്ല ഉയരത്തിൽ പൊങ്ങുന്ന ഒരു ടൈപ്പ് പാൻറ്റോഗ്രാഫാണ്. ഈ പാൻറ്റോഗ്രാഫ് വെച്ചാൽ ഈ ആ കറണ്ട് കമ്പനിയെ കറണ്ട് എടുക്കുന്ന ആ ഒരു സംഭവത്തിനാണ് പാൻറ്റോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പാൻറ്റോഗ്രാഫ് ഇത് നല്ല ഉയരത്തിൽ പൊങ്ങുന്നതാണ്. അതായത് ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നറൊക്കെ കൊണ്ടുപോകുന്ന റൂട്ടുണ്ടല്ലോ ഈ ഗുജറാത്തിലൊക്കെ, അവിടെയൊക്കെ നല്ല ഉയരത്തിൽ പാൻറ്റോഗ്രാഫ് പൊങ്ങണം. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഒരു പാൻറ്റോഗ്രാഫാണിത്, HRPT. നമ്മുടെ വണ്ടി പോകുന്നത് കൃഷ്ണരാജപുരം വഴിയാണ്, മറ്റേ തിരുപ്പതി ആ വഴിയൊന്നുമല്ല. ഇവിടെ നമ്മൾ മറ്റേ ഗുണ്ടക്കൽ ധർമാവരം വഴി കയറി കൃഷ്ണരാജപുരം വഴി നമ്മൾ ബംഗാരപ്പേട്ട് പിന്നെ സേലം ഈ റോഡ് അങ്ങനെ പോകും. ഇവിടെ വാടി സ്റ്റേഷനിൽ നിന്ന് നമ്മൾ 2 ഉഴുന്ന വട മേടിച്ചിരിക്കുകയാണ്. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി വട കേട്ടോ, സെറ്റ് വട, അധികം എണ്ണയും ഇല്ല, നൈസാണ്. ബാംഗ്ലൂരിൽ നിന്ന് മുംബൈക്ക് പോകുന്ന ഡെയിലി ഓടുന്ന ഉദ്യാൻ എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. നമ്മൾ ഇറങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഇഡ്ഡലി വട ബ്രെഡ് ഓംലെറ്റ് ഉപ്പുമാവ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടൻ. ഞാനൊരു ഇഡ്ഡലി വട മേടിച്ചു കേട്ടോ. എനിക്ക് ചമ്മന്തി ഉണ്ട്, പിന്നെ 3 ഇഡ്ഡലിയും 1 വടയും. നമ്മുടെ വണ്ടി ഇപ്പോൾ ഉരുണ്ട് കൃഷ്ണ ജംഗ്ഷനിലെത്തി. ഇവിടെ എല്ലാ വണ്ടിയും നിർത്തും കേട്ടോ. എനിക്കൊന്ന് ഈ വെള്ളം നിറയ്ക്കാൻ ഞാൻ തോന്നുന്നു നിർത്തുന്നേ. ഇവിടെ വന്ന് ഇപ്പോൾ വെള്ളം നിറയ്ക്കുന്നത് കാണേ, എന്താ ചേട്ടന്മാരുണ്ടോ വെള്ളം നിറയ്ക്കാൻ വരുന്നതുണ്ടോ. ഇവിടെ വന്ന് എല്ലാ വണ്ടിക്കും വെള്ളം നിറയ്ക്കാം. അതുകൊണ്ട് ഇവിടെ വരുന്ന വണ്ടി എല്ലാം ഇവിടെ നിർത്തും. ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് റായ്ചൂർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അടുത്ത സ്റ്റോപ്പാണ് റായ്ചൂർ എന്ന് പറഞ്ഞത്. റായ്ചൂരിൽ നിന്ന് വിജയപുരയ്ക്ക് പോകുന്നത് എക്സ്പ്രസ് ആണ് കാണുന്നത്. ഇത് വൈകിട്ട് അങ്ങോട്ട് എത്തുന്നൊരു വണ്ടിയായത് വിജയപുരയിൽ. ഈ വണ്ടിക്ക് മുംബൈ CSMT എറണാകുളം വരെ എനിക്കായത് 685 രൂപയാണ്. കിലോമീറ്റർ കൂടുതലുള്ളതുകൊണ്ട് പൈസയും കൂടുതലാണ്. കോ പാസഞ്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. പാൻട്രിയിലെ സ്റ്റാഫാണെങ്കിലും നല്ല ഫ്രണ്ട്ലിയാണ്. ഒരു വിഷയം കേട്ടോ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള കാമായിട്ടുള്ള യാത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടിയും കുഴപ്പമൊന്നുമില്ല. നല്ല സമയം എടുക്കുക, അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എറണാകുളം എത്താൻ വേണ്ടി. നാളെ വെളുപ്പിന് 2:30 എത്തത്തുള്ളൂ. ഇപ്പം സമയം ഇപ്പം 8 മണി ആയതുകൊണ്ട് ഇനിയും കിടക്കുന്ന സമയം ഇഷ്ടം പോലെ. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് 3:30 ആകുമ്പോൾ ഇത് കൃഷ്ണരാജപുരം എത്തും.
മറ്റേ വണ്ടി കുർള പോയ പോലെ ഇത് KSR ബംഗ്ലൂർ ഒന്നും പോകത്തില്ല. ഇത് മറ്റേ ബൈപ്പാസ് അടിച്ച് കൃഷ്ണരാജപുരം വഴി അങ്ങനെ പോകത്തേ ഉള്ളൂ. പിന്നെ കർണാടകയിലെ റായ്ചൂർ എത്തിയിരിക്കുകയാണ്. റായ്ചൂർ ജംഗ്ഷൻ. ഇവിടെയൊക്കെ നമ്മൾ കുറേ നാളെ വന്നിട്ടുണ്ട് കേട്ടോ. റായ്ചൂർ ഇതിലെ പാൻട്രി ടീം അവർ തലശ്ശേരിക്കാരാണ്. ഞാൻ പോയി കമ്പനി നല്ല നല്ല കമ്പനിയാണ് അവിടുത്തെ ചേട്ടന്മാർ കേട്ടോ. ഇവിടെ കുറേ ഗുഡ്സ് ഉള്ളൊരു സ്ഥലമാണ് ഈ റായ്ചൂർ കേട്ടോ. ഇഷ്ടംപോലെ ഗുഡ്സും ഒക്കെ കിടക്കുന്നതാണ് ഇങ്ങനെ. നോക്കി എന്തോരം ടൈപ്പ് വെറൈറ്റി ലോക്കോ നോക്കി. WDP-40, WAG-5 ട്വിൻസ്, ആൽക്കോ ട്വിൻസ് നോക്കി. ഓ കീടു അടിപൊളി. ഇത് ഉരുട്ടലാട്ടോ, കുറെ നേരമായിട്ട് ഉരുട്ടുന്ന എന്താ അറിയത്തില്ല. ഇത് എന്ത് പോയത്, എന്ത് ചെടി ഇത് മനസ്സിലാവുന്നില്ലല്ലോ. കുറേ നട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഹോണടിയും സംഭവങ്ങളെ, ഹോണടി ഉരുട്ടലും ഇത് പാടാ എന്തോ. തുംഗഭദ്ര നദിയാണ് ഈ കിടക്കുന്നത് കേട്ടോ. തുംഗഭദ്ര നദി കടന്നിട്ട് നമ്മൾ മന്ത്രാലയം റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പാലം ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയും കൂടാണ്. അപ്പം നമ്മളിപ്പം ആന്ധ്രാപ്രദേശിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ട്രെയിൻ യാത്രയിൽ ശരിക്കും കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒന്ന് ഫേസ് വാഷ് ഇട്ടൊന്ന് മുഖം കഴുകും, പിന്നെ ഷാമ്പു ഇട്ടൊന്ന് തലയൊന്ന് കഴുകും, ഉടുപ്പും മാറ്റും. അത്രേ ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ ഒന്ന് ഇത് ഫ്രഷായി. ഇപ്പോൾ നമുക്കൊന്ന് കുടിച്ച ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം എക്സ്പ്രസ് അങ്ങനെ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇവിടെ ഗുണ്ടക്കൽ ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇപ്പം ഭയങ്കര സ്ലോ ആയി തുടങ്ങി കേട്ടോ. സ്പീഡ് എടുക്കുന്നില്ല എന്ന് അറിയത്തില്ല, ഒരു വലിയ സ്പീഡോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം 130 സെക്ഷനാണ്, പക്ഷെ 130 എടുക്കുന്നില്ല എന്തോ അറിയത്തില്ല. ഇതിലൊക്കെ തൊട്ടായപ്പോൾ എന്തോ ചൂടായിരിക്കണം. ഒന്നാലും ഭയങ്കര വെയിലാണ്. അതൊക്കെ തൊട്ടാലൊക്കെ അയ്യോ കൈ പൊള്ളിപ്പോവും. അതുപോലെ എന്ത് വെയിറ്റ് ആണല്ലോ ഒരു റോളിന് തന്നെ. നമ്മുടെ അവിടെ നിന്ന് ശരിക്കും കൃഷ്ണരാജപുരം അല്ലെങ്കിൽ ബാംഗ്ലൂർക്കൊക്കെ പോകാൻ വേണ്ടി കറണ്ട് ബുക്കിംഗ് വരെ കിട്ടുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു തിരുവനന്തപുരം മുംബൈ CSMT എക്സ്പ്രസ്. പലർക്കും അറിയാത്ത ഒരു വണ്ടിയും കൂടാണ്. കാരണം വീക്കിലി വണ്ടിയില്ല. അപ്പോൾ വീക്കിലി വണ്ടിയിലൊക്കെ ആൾക്കാർക്ക് വലിയ പരിചയം കാണത്തില്ല. അതുമല്ല നമ്മുടെ അവിടെ നിന്ന് മുംബൈക്കൊക്കെ പോകുന്ന വണ്ടിയിൽ അത്യാവശ്യം നല്ല ഭേദപ്പെട്ട ഫുഡ് കിട്ടുന്ന ഒരു വണ്ടി കൂടാണ് ഈ ഒരു മുംബൈ CSMT എക്സ്പ്രസ്. ആകെയുള്ള പ്രശ്നം ഇതിൻ്റെ റൂട്ടാണ്. കാരണം ഇഷ്ടംപോലെ സമയമെടുക്കും നമ്മൾ കേരളം എത്തണമെങ്കിൽ. ഇങ്ങനെ കറങ്ങിപ്പോകുന്ന വണ്ടിയല്ലേ, അതാണ് പ്രശ്നം. നമ്മളിവിടെ നിന്ന് കൃഷ്ണരാജപുരം പോകുന്നത് ധർമാവരം ഹിന്ദുപ്പൂർ വഴിയാണ്. എന്നിട്ട് KJM ചാടിയിട്ട് KJM എന്നാണ് കൃഷ്ണരാജപുരത്തിൻ്റെ കോഡ്. അതുകൊണ്ട് KJM എന്നായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ കൃഷ്ണരാജപുരം എന്ന് ഇങ്ങനെ വലിച്ചിട്ട് പറയേണ്ട ആവശ്യം വരും. അപ്പോൾ KJM വഴി നമ്മൾ ബംഗാരപ്പേട്ട് എന്നിട്ട് സേലം ഈറോഡ് വഴി നമ്മൾ നാട്ടിൽ കയറും. സ്ലീപ്പറിൽ ഇപ്പം നല്ല തിരക്കാണ്, പക്ഷേ അലമ്പൊന്നുമില്ല കേട്ടോ. ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് ആൾക്കാർ കയറി ഇറങ്ങുന്നുണ്ട്. കൺവേർട്ട് ഇതൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
തിരുവനന്തപുരം എക്സ്പ്രസ് അങ്ങനെ 8 മിനിറ്റ് ലേറ്റ് ആയിട്ട് ഇവിടെ അനന്തപൂർ എത്തി കേട്ടോ. അനന്തപൂർ ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോഴേ നമ്മുടെ ട്രെയിനിൽ കുറേ ഈ ലോക്കൽ വെൻഡേഴ്സ് വരും കേട്ടോ. ഈ കപ്പലണ്ടി, ഐസ്ക്രീമിന് ജന്മം ചെയ്ത് മേടിക്കരുത്. എന്ത് സാധനമാണ് കൊടുക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. ഒരെണ്ണം മേടിച്ചാണ്, ഒരെണ്ണം മേടിച്ചിട്ട് കാക്കാശിനുള്ള സാധനം കേട്ടോ. ഐസ്ക്രീം ഒന്നും ലോക്കൽ സാധനം മേടിക്കരുത്. ഐസ്ക്രീം തന്നെ ആണെന്ന് പറയാൻ പറ്റത്തില്ല, അമ്മാതിരി സാധനമൊക്കെയാണ് ഐസ്ക്രീം. പിന്നെ ഈ ലോക്കൽ മറ്റേ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കിട്ടും, മറ്റേ പേരയ്ക്ക അങ്ങനത്തെ ഐറ്റംസൊക്കെ പിന്നെയും കൊള്ളാം. നമ്മൾ ധർമാവരം ജംഗ്ഷൻ്റെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ധർമാവരം ജംഗ്ഷൻ നല്ല കിട്ടിരം വെയിലാണ്, നല്ല ചൂടാണ്. ഈ വണ്ടിയാണ് ഉരുട്ടലാണ് കേട്ടോ. എന്തുവാണോ എന്തോ ഏതോ ഒരു ഗുഡ്സ് ഇട്ട് നല്ല പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിക്ക്. കഴിക്കാൻ നേരത്തെ ഈ ഒരു ക്ലിപ്പ് കാണരുത് ഗൈസ്. നമ്മളിപ്പോൾ ബാത്റൂം നോക്കുകയാണ് കേട്ടോ. മൊത്തം നാശമാക്കി, അലമ്പാക്കി, വെള്ളമാക്കി. നമ്മുടെ ആൾക്കാർക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ നേരത്തില്ലേ, വെള്ളം ഇടാതെ യൂസ് ചെയ്യുന്നുള്ള ഒരു പരിപാടി പോലും ഇല്ല കേട്ടോ. നല്ല സ്മെല്ലാണ്. നമ്മൾ ഈയിടെ ഇതിലേക്കൂടെ യാത്ര ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും കേട്ടോ. ധർമാവരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ധർമാവരം സ്റ്റേഷനും ഗുണ്ടക്കൽ സ്റ്റേഷനും രണ്ടും കണ്ട് ഒരുപോലെ ഇരിക്കും. രണ്ടും ഒരേ ലേഔട്ട്, ഒരേ ഒരു ഇതാണ് കേട്ടോ. കണ്ട രണ്ടും ഒരുപോലെ ഇരിക്കും. Number 16331. ഈ വണ്ടി ശരിക്കും വീക്ക്ലി ആക്കാതെ ആഴ്ച 2 ദിവസം ഓടിക്കുകയാണെങ്കിൽ കൊള്ളാം കേട്ടോ. കാരണം ഇത് ചൊവ്വാഴ്ച റേക്ക് വന്നാൽ ശനിയാഴ്ച വരെ റേക്ക് അവിടെ തിരുവനന്തപുരത്ത് കിടക്കും. തിരുവനന്തപുരത്തല്ല, വേറെ പല സ്റ്റേഷനിൽ മാറ്റിയിട്ടേക്കും. എത്ര ദിവസം വെറുതെ കിടക്കുമല്ലോ. ഒന്നെങ്കിൽ ഈ റേക്ക് വെച്ച് വേറെ സർവീസ് ഓടിക്കണം, അല്ലെങ്കിൽ ഇത് ബൈ വീക്ക്ലി ആക്കണം. വീക്ക്ലി ആക്കിയിട്ട് വെറുതെ ഒരു റേക്ക് എത്ര ദിവസം വെറുതെ കിടക്കുമല്ലേ. ഇനി ഇവിടെ നിന്ന് കൃഷ്ണരാജപുരം എത്തുന്നതിന് മുമ്പ് ആകെ ഒറ്റ സ്റ്റോപ്പുണ്ട്, ഹിന്ദുപ്പൂർ കേട്ടോ. നമ്മളന്ന് കുർള എക്സ്പ്രസ് സ്റ്റോപ്പ് അതിന് കുറേ സ്റ്റോപ്പിലാണ്, പക്ഷേ ഇതിനാകെ ഒറ്റ സ്റ്റോപ്പുണ്ട്. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ട് കേട്ടോ, അതാണ് ഈ ബ്രേക്ക് പിടിച്ചത്. അപ്പം ധർമാവരത്ത് നിന്ന് പുതിയ ക്രൂ ആണ് നമ്മുടെ വണ്ടിക്ക് കയറിയത്. ഈ റൂട്ടൊക്കെ ഞാൻ പലവട്ടം കാണിച്ചാണ്ടാണ് അധികം കാണിക്കാത്തത് കേട്ടോ. കണ്ട് മടുത്ത കാഴ്ചകളായിരിക്കുമല്ലോ. ഇനി കൃഷ്ണരാജപുരം എത്തുമ്പോൾ ഒക്കെ കാണിക്കാം ഇടയ്ക്കിടയ്ക്ക്. ഇതിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ബിരിയാണി ഐറ്റംസ് കിട്ടും, പിന്നെ വെജ് മീൽസ് കിട്ടും, വിത്ത് ചിക്കൻ ഫ്രൈ കിട്ടും. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഹിന്ദുപ്പൂർ എന്നൊരു സ്ഥലം എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഔട്ടർ കൊണ്ട് പിടിച്ചിട്ടേക്കുക. ഇവിടെ ഹിന്ദുപ്പൂർ എത്തിയപ്പോഴേ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഈ വണ്ടിയാണ് നമ്മളന്ന് സിന്ധനൂർ പോയ വണ്ടി കേട്ടോ. ഇത് യശ്വന്ത്പൂർ സിന്ധനൂർ എന്നൊക്കെ പറഞ്ഞ റേക്ക് ഷെയറിങ്ങുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് യശ്വന്ത്പൂറിന് ഹിന്ദുപ്പൂർ എന്നാണ് ഇപ്പോൾ തിരിച്ചെങ്ങാണ്ട് വൈകിട്ട് പോകുന്നു. അപ്പോൾ ഈ വണ്ടിയാണ് രാത്രി സിന്ധനൂർക്ക് പോകുന്നത്, യശ്വന്ത്പൂർ. നമ്മൾ സിന്ധനൂർ പോയൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു. സെയിം ബ്രേക്ക് കണ്ടോ. അവിടെ ഒറ്റ AC കോച്ച് അങ്ങ് ദൂരെ, ബാക്കിയുള്ള സ്ലീപ്പർ, ഇവിടെ എല്ലാം ജനറൽ. നമ്മളിപ്പോൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് കൃഷ്ണരാജപുരമാണ്. ഒരു 3:45 റേഞ്ചിൽ എത്തുമായിരിക്കും. ഇപ്പോൾ 2 മണിയാവുന്നു. ഇവിടെ നിന്ന് ഇനി KJM എത്താൻ വേണ്ടി 100 കിലോമീറ്റർ ഉണ്ട്. 100 കിലോമീറ്റർ എനിക്ക് ഇവിടെ നിന്ന് ഇനി ഒരു 1.25 മണിക്കൂറാണ് കൊടുത്തേക്കണേ. എത്തുമെന്ന് അറിയത്തില്ല, കാരണം പിടിച്ച് അറിയാമല്ലോ, ബാംഗ്ലൂർ ആവാറാകുമ്പോഴേക്കും വണ്ടിയൊക്കെ ഇങ്ങനെ അവിടെ ഇടയ്ക്ക് കൊണ്ട് ഒതുക്കും. കൊങ്കണൊക്കെ തുടങ്ങുന്നതിന് മുമ്പ്
നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മുംബൈ പോയിക്കൊണ്ടിരുന്ന ഈ റൂട്ടാണ്. കൊങ്കൺ തുടങ്ങിയ പിന്നെ ആണല്ലോ ഇപ്പം ഈ മുംബൈയിലേക്കുള്ള റൂട്ട് ഷോർട്ടൺ ആയത്. അല്ലെങ്കിൽ ഈ വഴി ഇങ്ങനെ കറങ്ങി വേണം പോകാൻ വേണ്ടിയിട്ട്. ഈ വണ്ടി 1994 ഈ ഒരു വണ്ടി സർവീസ് ആരംഭിക്കുന്നത് കേട്ടോ. ഗുൽബർഗയ്ക്ക് പോകുന്ന വന്ദേ ഭാരതാണ് ഇപ്പോൾ പോയത് കേട്ടോ. നമ്മളിങ്ങനെ പയ്യെ ഉരുട്ടിക്കൊണ്ടിരിക്കുക. ഇടാൻ പറഞ്ഞില്ലേ കൃഷ്ണരാജപുരമൊക്കെ ആകുമ്പോൾ ലേറ്റ് ആകുമെന്ന്. ഇരാങ്ക് പോലും ആയിട്ടില്ല, നമ്മൾ KGM എത്തേണ്ട സമയമായി. ഇങ്ങനെ ഇരഞ്ഞാണ് ഈ സാധനം പോകുന്നത്. 4 മണിയായപ്പോൾ നമുക്ക് നല്ല ചൂട് മുളക് ബജ്ജി കിട്ടി. ഇതിനകത്ത് മുളക് ബജ്ജി പഴംപൊരിയൊക്കെ നല്ല ടൊമാറ്റോ സൂപ്പ് കണ്ടാ. മുളക് ബജ്ജി പഴംപൊരി ഉണ്ട്. ഈ പഴംപൊരി ഇന്നെല്ലാം കാണിച്ചായിരുന്നു പഴംപൊരി വീഡിയോയിൽ. ഇത് മുളക് ബജ്ജി കണ്ട. നമ്മൾ കൃഷ്ണരാജപുരം എത്തേണ്ട സമയത്താണ് ഇവിടെ യലഹങ്കയിൽ വന്ന് കയറിയത്. ഇനി ഇവിടെ എത്ര നേരം കൊണ്ട് പിടിച്ചിടുന്നതൊന്നും അറിയത്തില്ല. നല്ല എരിവുണ്ട്. നമ്മൾ സാധാരണ ഈ ഹിന്ദിക്കാരൊക്കെ വെക്കുമ്പോൾ ഭയങ്കര മാവാണ്, പക്ഷെ ഇതത്ര മാവൊന്നുമില്ല. മുളകിന് നല്ല എരിവുണ്ട്, കൊള്ളാം. അപ്പോൾ പിടിച്ചിട്ടില്ല കേട്ടോ. ഭാഗ്യം നമ്മൾ സ്ലോ ആയിട്ട് സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകാം കേട്ടോ. ഭാഗ്യം പിടിച്ചിടാനല്ലേ പെട്ടുപോയത്. അങ്ങനെ നമ്മൾ ബംഗളൂരു പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ്. കൃഷ്ണരാജപുരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ബംഗളൂരു ചെന്നൈ മെയിൻ ലൈനിലേക്ക് കയറാൻ പോവാണ്. വണ്ടി വളരെ പയ്യെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളന്ന് കുർള എക്സ്പ്രസ്സിനായപ്പോൾ താണ്ട് ഇതിലേ കയറി നേരെ പോയിട്ട് നമ്മൾ KSR ബംഗളൂരൊക്കെ പോയി കറങ്ങി അടിച്ചാൽ വന്നേ. ഭാഗ്യത്തിന് ഈ വണ്ടി അങ്ങനെ പോകാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ ബൈപ്പാസ് അടിച്ച് KGM വഴി പോകും. നമുക്ക് മിക്കവാറും ഒരു 1-2 വണ്ടിയുടെ ഓവർടേക്കാണ്. കാരണം ഈ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് വിടുന്ന മറ്റേ ബൃന്ദാവൻ എക്സ്പ്രസ് ഉണ്ട്, പിന്നെ ശതാബ്ദി ഉണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ കയറി ഓവർടേക്ക് അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. നോക്കാം. നമ്മൾ ആ മെയിൻ ലൈനിലേക്ക് അതുകൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ട്രാക്ക് സ്വിച്ച് ചെയ്ത് ഈ ഒരു ട്രാക്ക് സ്വിച്ച് ചെയ്ത് നമ്മൾ നേരെ കയറുന്നത് കൃഷ്ണരാജപുരം സ്റ്റേഷനിലേക്കാണ്. നമ്മുടെ വയറിൻ്റെ കുറേ മലയാളികളുണ്ട് ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. മലയാളികളും പിന്നെ കുറേ ബംഗാളികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ അധികം നേരം ഒന്നും പിടിച്ചിട്ടില്ല, വേഗം തന്നെ എടുത്തു. മെയിൻ ലൈൻ ആയിട്ട് വണ്ടി പറപ്പിച്ചെടുക്കുന്നത് കേട്ടോ. എനിക്ക് എന്ത് സ്പീഡൊന്നും എനിക്ക് എടുത്തപ്പോൾ തന്നെ ഇത്രയും ആൾക്കാർ നമ്മുടെ വണ്ടി ഒന്ന് ഇറങ്ങിയ കേട്ടോ. ഈ വണ്ടി ഞാൻ ശ്രദ്ധിച്ച കാര്യം, നമ്മൾ സാധാരണ വണ്ടിയിൽ കോച്ചുകളൊക്കെ കയറുമ്പോൾ ഭയങ്കര ട്രാക്കിൻ്റെ ശബ്ദമായിരിക്കും, ഈ വീലിൻ്റെ കടകടാന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൽ ഞാൻ മുമ്പേ നിന്ന് കയറിയപ്പോൾ തൊട്ട് ഭയങ്കര സ്മൂത്താണ് കോച്ച് കേട്ടോ. ഇതൊന്ന് നല്ല മെയിൻറ്റൈൻഡ് സാധനമാണ്, നല്ല സ്മൂത്താണ്, ഒട്ടും ട്രാക്ക് സൗണ്ട് പോലും കേൾക്കുന്നില്ല. നമ്മളെ ബംഗാരപ്പേട്ട് സ്റ്റേഷനിലെ ലൂപ്പ് ട്രാക്കിലുള്ള പ്ലാറ്റ്ഫോമിലാണ് കയറ്റിയത്. അപ്പോൾ മിക്കവാറും ഓവർടേക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കയറ്റാം. കാരണം അപ്പുറത്തെയാണ് മെയിൻ ലൈൻ കണ്ടാ, ബംഗാരപ്പേട്ട് ജംഗ്ഷൻ. മിക്കവാറും മറ്റേ പുറകിലുള്ള ശതാബ്ദി കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായിരിക്കും മിക്കവാറും ഇങ്ങനെ കയറ്റിയത്. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ക്രൂസ് ചേഞ്ചും ഉണ്ട്, കാരണം ഗാർഡൊക്കെ പുറകെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ബംഗാരപ്പേട്ട് ഒരു ജംഗ്ഷൻ അല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പ്ലാറ്റ്ഫോമും അങ്ങോട്ടൊരു ലൈൻ കണ്ടോ. നമ്മുടെ ഈ കോലാർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ കോലാർ ഗോൾഡ് ഫീൽഡ്സ് KGF കോലാർ പോകുന്ന വഴിയാണ്, ആ ലൈനാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് കോലാർക്കൊക്കെ ഈ ഡെമോ ഉണ്ട്. അപ്പോൾ ഈ ഡെമോ ഒക്കെ നിർത്തുന്നതും പിടിക്കുന്നതെല്ലാം ആ പ്ലാറ്റ്ഫോമിലായിരിക്കും. നമ്മുടെ വണ്ടി ഓൾറെഡി ഇപ്പോൾ ഒരു 40 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ശതാബ്ദിക്കാന്ന് തോന്നുന്നു വെയിറ്റ് ചെയ്യുന്നത്, വേറെ വണ്ടിയൊന്നും ഞാൻ കണ്ടില്ല. ഇതിന് കുപ്പം സ്റ്റോപ്പില്ല നമ്മുടെ വണ്ടിക്ക്. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ തിരുപ്പട്ടൂരേ ഉള്ളൂ സ്റ്റോപ്പ്. ഇവർക്ക് ഈ വണ്ടി മര്യാദയ്ക്ക് വിടാന്നേ ഉള്ളൂ. ശതാബ്ദി ഞാൻ നോക്കിയപ്പോൾ 3 സ്റ്റേഷൻ പുറകില്ല. ഈ വണ്ടിക്ക് തിരുപ്പട്ടൂരുള്ള സ്റ്റോപ്പ് നോൺ സ്റ്റോപ്പായിട്ട് വിടും. കാരണം നമ്മളെന്തായാലും അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോവും, ശതാബ്ദി ലെഫ്റ്റ് എടുത്ത് പോകും. എന്നാൽ പിന്നെ ഇവർക്ക് ഈ നമ്മുടെ വണ്ടി വിടരുത്, അത് ചെയ്യത്തില്ല. അത് ചെയ്യണമെന്ന് വാശിയായിരിക്കും, ഓവർടേക്ക് കൊടുക്കണമെന്ന്. എന്തോ പറയാനാ. ശതാബ്ദിയുടെ ഓവർടേക്ക് ആവുന്നുണ്ട്. മൈസൂരിൽ നിന്നും ചെന്നൈക്ക് പോകുന്നൊരു ശതാബ്ദിയാണ് ഇപ്പം നമ്മൾ ഓവർടേക്ക് അടിക്കാൻ പോകുന്നത്. ട്രെയിൻ വളരെ പയ്യായിട്ട് വരുന്നത്, സ്പീഡൊന്നും ഇല്ല.
അയ്യേ, ഇതെന്ത് ഓവർടേക്കാണ് ഇത്? ഇതെന്തോ ചവിട്ടാൻ പോവാണ് ഇനി ഇവിടെ. ഇത് പയ്യ പോലെ കേട്ടോ. മൈസൂരിന്ന് വിടുന്ന ശതാബ്ദിയാണിത്. മൈസൂരിന്ന് ഉച്ചയ്ക്ക് വിട്ടിട്ട് രാത്രി ചെന്നൈ എത്തുന്ന മൈസൂരു ചെന്നൈ ശതാബ്ദി എക്സ്പ്രസ്. ഇനി ഒരു കാര്യമുണ്ട്, ബംഗാരപ്പേട്ടും തിരുപ്പട്ടൂരിനും ഇടയ്ക്ക് ഇഷ്ടംപോലെ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പം വൺ ടൈമിന് എത്തിച്ചാൽ മതിയല്ലോ അവിടെ. ഇതിലെ പാസഞ്ചേഴ്സ് നല്ല കാമൻ കയറ്റാം കേട്ടോ. ശരിക്കും ഈ സ്ലീപ്പർ യാത്രയിൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണമെങ്കിൽ ഭയങ്കര ലക്കി ആയിരിക്കണം. അല്ലെങ്കിൽ മൊത്തം ബഹളമല്ലേ. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര കുറച്ച് പിള്ളേരുണ്ടെന്നല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. യാത്രയാണെങ്കിലും ഭയങ്കര കാമൻ കയറ്റാണ്. നമ്മളിപ്പോൾ തിരുപ്പട്ടൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി കുറച്ച് പെയ്യാണ് പോകുന്നത്. മറ്റേ ബൈപ്പാസിൻ്റെ സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ ഏകദേശം ഓൺ ടൈമായി വരുന്നുണ്ട്. നേരത്തെ 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. നമ്മുടെ മുംബൈ CSMT തിരുവനന്തപുരം എക്സ്പ്രസ് ജോളാർപേട്ട ബൈപ്പാസ് അടിച്ച് ഇനിയിപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് ജോളാർപേട്ടയിൽ നിന്നും കോയമ്പത്തൂർ പോകുന്ന ഒരു മെയിൻ ലൈനിലാണ്. ചെന്നൈയിൽ നിന്ന് വരുന്ന ലൈൻ. അപ്പോൾ ഇനി ആ ലൈനിൽ കയറാൻ പോവാം. ഈ ഒരു ഭാഗമേ രാവിലെ വരണം. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ ഈ നെൽപ്പാടങ്ങളും കൃഷി സ്ഥലങ്ങളുടെ ബാക്കിൽ ആ മല നിൽക്കുന്നത് നല്ല ഭംഗിയാണ്. രാവിലെ മറ്റേ ഹംസഫറിനൊക്കെ ഇതിലേ പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടി. മറ്റേ SMBT ഹംസഫറില്ലേ, അതിനൊക്കെ ഈ ഒരു രാവിലത്തെ സമയമാണ് ഈ ഒരു ഭാഗത്തെത്തുന്നത്. അപ്പം നല്ല രസമാണ് ഈ ഭാഗം കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ കോയമ്പത്തൂർ നിന്നും പാലക്കാട് നിന്നൊക്കെ രാത്രിയിൽ കയറി രാവിലെ ട്രിവാൻഡ്രം എത്തണമെങ്കിൽ ഈ വണ്ടി ബെസ്റ്റാണ് കേട്ടോ. നല്ല ടൈമിംഗ് ആണ്. രാത്രി 10:45 ഇത് കോയമ്പത്തൂർ എത്തും. പിന്നെ ഒരു 11:45 റേഞ്ചിൽ ഇത് പാലക്കാട് എത്തും. ഇപ്പോൾ രാത്രി കയറി കിടന്നുറങ്ങിയാൽ രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരം എത്താമല്ലോ. സമയം ഇപ്പോൾ രാത്രി 8:05. നമ്മൾ 19 മിനിറ്റ് ലേറ്റായിട്ട് സേലം ജംഗ്ഷനിൽ കയറുവാണ്. കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങാനുണ്ട് കേട്ടോ സേലത്ത്. നമ്മൾ കന്യാകുമാരി കാശ്മീർ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എസ്പെഷ്യലി കേരളം കയറുമ്പോൾ എന്താ ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ അല്ലേ. നമ്മൾ രാത്രി കഴിക്കാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് ചിക്കൻ 65 മേടിച്ചു കേട്ടോ. പിന്നെ ചപ്പാത്തി കിട്ടും. പിന്നെ ചപ്പാത്തിയോടെ ചെറിയൊരു സബ്ജിയും കിട്ടും. രാത്രിത്തെ ഡിന്നർ ഇതാണ്. ഈ രാത്രിയിലത്തെ ഈ സമയം നമ്മുടെ ബാക്കിലും മുന്നിലും എല്ലാം കുറേ വണ്ടികളുള്ള സമയമാണ്. നമ്മുടെ ബാക്കിൽ മലബാർ ഭാഗത്തേക്ക് വന്ന് വെസ്റ്റ് കോസ്റ്റ്, ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്, പിന്നെ ജയന്തി, അങ്ങനെ കുറേ വണ്ടികൾ ഉള്ളൊരു സമയമാണ്. അപ്പം ഈ രാത്രിയാണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻസ് കൂടുതലുള്ളത് പകലിനെക്കാട്ട്. രാത്രിയിൽ ദൂരം വണ്ടി എന്ന് പറയും. രാത്രിയിൽ 9:10 നമ്മൾ ഈറോഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലേക്ക് പോകുമ്പോഴേ ഈ കോയമ്പത്തൂര് ഒക്കെ കഴിയുമ്പോൾ ഓരോ സ്റ്റേഷൻ കഴിയുമ്പോൾ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുക. കാരണം വീടെത്തുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അറിയാം, ഈ ഈറോഡ് ഒരു ക്രൂ ചേഞ്ച് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവർ ഈ ക്രൂ ചേഞ്ച് ഉള്ള സമയത്ത് ഇവർ ഈ മെഷീൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ വണ്ടിയിലെ വാഷ്റൂം ഓർഡറില്ല ജസ്റ്റ് ഒന്ന് പ്രഷർ വാഷ് ചെയ്തൊന്ന് കഴുകും കേട്ടോ. ഇവർ ഈ പരിപാടി എല്ലാ വണ്ടിയിലും ചെയ്യും കേട്ടോ. ചുമ്മാ ഡോറിൻ്റെ അവിടെ നിന്ന് കഴുകി ജസ്റ്റ് ഒന്ന് പേരിന് മാത്രം ഒന്ന് കഴുകത്തേ ഉള്ളൂ. വേറെ അങ്ങനെ ഓവറായിട്ടൊന്നുമില്ല. അത് AC കോച്ചിന് അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ആ പാൻട്രിയുടെ അവിടെയാണ് അവർ ആ ഒരു മറ്റേ വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്തത്. സ്ലീപ്പറിന് അവിടെ ഒന്നുമില്ല, AC അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്ലീപ്പറുള്ള ആൾക്കാരാരാ അപ്പോൾ മണ്ടന്മാർ. നാട്ടിലേക്ക് അവധിക്ക് പോകുന്ന ആൾക്കാരുടെയൊക്കെ ആ ഫീലിംഗ് ആയിരിക്കും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് കേട്ടോ. നല്ലൊരു ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് പാലക്കാടൊക്കെ കയ്യിൽ എന്തല്ലേ ഒരു ഗോൾഡൻ ഡോക്കിൻ്റെ ഒരു ആൽക്കോ ഇവിടുത്തെ ഷണ്ടിങ് ഒക്കെ ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് പോകുന്നുണ്ടോ വണ്ടി. ഇപ്പോൾ കോയമ്പത്തൂർ എത്താറായി. ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ, കാരണം ഇതൊരു വല്ലാത്ത സമയത്താണ് എറണാകുളം എത്തണേ. 2:30 എറണാകുളം എത്തണേ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ, ശരിയാകുമല്ലോ. ഉറക്കം മൊത്തം പോകും. അഥവാ എത്താൻ ലേറ്റായ പണിയാണ്. അപ്പോൾ കോയമ്പത്തൂർ എത്താറായിട്ടുണ്ട് ഇപ്പോൾ വണ്ടി. പിന്നെ ഏകദേശം ഒരു തൃശ്ശൂരായിട്ട് കാണിക്കാൻ സമയം ഇപ്പോൾ രാത്രി 2 മണി. നമ്മളിപ്പം അങ്കമാലി എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഏതോ വണ്ടിക്ക് അങ്ങോട്ട് പോകുന്നു. അരമണിക്കൂറിൽ നമ്മൾ എറണാകുളം എത്തും കേട്ടോ. അയ്യോ, ചെറുതായിട്ടൊന്ന് മയങ്ങി. അങ്കമാലിക്കടുത്ത് കരുക്കുറ്റി കൊണ്ടൊരു 10 മിനിറ്റ് ഇട്ട് മര്യാദയ്ക്ക് ഓൺ ടൈം വന്ന വണ്ടിയാണ്. അതിന് ഇവിടെ വെച്ച് കുറച്ച് നേരം ലേറ്റ് ആക്കി. ഇപ്പം 2:15 സമയം. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഒറ്റ വണ്ടി പോലും ഇല്ല.
കാര്യമായിട്ട് കിടക്കുന്ന 4 ദിവസം കാണുന്നത് ഈച്ച പോലും ഇല്ല കേട്ടോ. രാത്രി 2:30 സമയത്തേക്ക് ആരും ഇല്ല ഇവിടെ. നമ്മൾ എറണാകുളം സൗത്തിലാണ് ഈ വണ്ടി നിർത്തുന്നത്, കാരണം ഇത് ആലപ്പുഴ വഴിയാണ് പോകുന്നത്. അവിടെ എത്തേണ്ട സമയത്താണ് നമ്മളിപ്പോൾ ആലുവ എത്തിയിരിക്കുന്നത്. അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് അവിടെ പാലത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ട്രെയിൻ വളരെ പയ്യാണ് വന്നത്. ഇതെന്തുവാണോ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് ചവിട്ടുന്നത്. എടപ്പള്ളി ചവിട്ടാൻ പോകാൻ തോന്നുന്നു, ആർക്കറിയാം എന്തുവാ ഇത്. അവിടെ ഇവിടെ ചവിട്ടുന്നത് എറണാകുളം ടൗണിൽ ചവിട്ടിയാൽ കൊള്ളായിരുന്നു, ഇറങ്ങിപ്പോകാൻ സൗകര്യമായിരുന്നു. വീട്ടിൽ പോകാല്ലേ ചവിട്ടിയാൽ മതിയായിരുന്നു, അല്ലേ ജംഗ്ഷനിൽ ഇപ്പോൾ ഇറങ്ങേണ്ടി വരും. നമ്മൾ ഓഗസ്റ്റ് 15 തുടങ്ങിയ യാത്രയാണ്, ഇപ്പോൾ ഓഗസ്റ്റ് 26. അയ്യോ, കൊമ്പൻ യാത്രയായിരുന്നു ഇത്. ഈ സാധനം ഇറങ്ങേണ്ട അടുത്തൊന്നും കൊണ്ട് നിർത്തത്തൊന്നുമില്ല, ഈ ആവശ്യമില്ലാത്തതൊന്നും നിർത്തും. എടപ്പള്ളി കൊണ്ട് നിർത്തി. ഇനി ആ എറണാകുളം ടൗണിൽ നിർത്തിയെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാൻ കുറച്ച് എളുപ്പമായിരുന്നു. അവിടെ കൊണ്ട് നിർത്തുന്നുണ്ടോ എന്തോ, മുന്നേ ഒറ്റ വണ്ടിയില്ല. ഇനി വല്ല ഗുഡ്സ് വല്ലതും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇടുക, തട്ടപ്പാതിലേക്ക് കൊണ്ടിടുക അവരെ. നല്ലപോലെ ഓടി വന്ന വണ്ടിയാണ്. അവിടെ കരുക്കുറ്റി ഇട്ട് തേച്ചാണ് പണിയിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഫൈനലി എറണാകുളം എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ടൗണിൽ സ്റ്റോപ്പിൽ ഓൾറെഡി എന്തെങ്കിലും കാരണത്തിന് നിർത്തുമെന്ന് കരുതി വെച്ച് നിർത്തിയില്ല, സ്കിപ്പ് അടിച്ച് പോവുകയാണ്. നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ ഇപ്പോൾ ഇറങ്ങാം. നമ്മളങ്ങനെ 2:30 എത്തിയിട്ട് വണ്ടി എത്തിയത് 3:12 ആയപ്പോഴാണ്, അതായത് 42 മിനിറ്റ് ലേറ്റ് ആയിട്ട്. അയ്യോ, അങ്ങനെ ഫൈനലി നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ CSMT തിരുവനന്തപുരം എക്സ്പ്രസ്സിന് കയറി എറണാകുളം വന്ന് ഈ യാത്ര ഇവിടെ എൻഡ് ചെയ്യാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ട്രിപ്പെല്ലാം ഇങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. എനിക്ക് ഈ ട്രിപ്പിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ട വീഡിയോയും കൂടെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഹിമസാഗർ എക്സ്പ്രസ്സിന് പോയിട്ട് നമ്മൾ ഖത്ര പോയി. നമ്മൾ ജലം എക്സ്പ്രസ്സിന് പൂനെ വന്നു. അവിടെ നിന്ന് മുംബൈ പോയിട്ട് ഈ വണ്ടി തിരിച്ചു വന്നു. ഈ വണ്ടി നല്ല വണ്ടിയാണ് കേട്ടോ. നല്ല ഭക്ഷണം കിട്ടും, നല്ല അടിപൊളി ഭക്ഷണം കിട്ടും. പിന്നെ നല്ല ഓട്ടമാണ്. ആകെ കറങ്ങി തിരിഞ്ഞ് വരുന്ന നാളെ ഒരു പ്രശ്നമുള്ളൂ, കറങ്ങി വരുന്ന റൂട്ടല്ലേ, ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ. കോച്ചുകളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല നീറ്റ് കോച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം. ഇപ്പോഴേക്കും ബൈ.